ശ്രീ റോണി കെ ബേബി, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി പാസാക്കുന്ന പല ബില്ലുകൾക്കും അംഗീകാരം നൽകുന്നത് ഗവർണർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കണ്ടിട്ടും അവർ തരുന്ന എല്ലാ ബില്ലുകളും അങ്ങനെ കണ്ണടച്ചൊപ്പിടണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്ന രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അത് വലിയ അഴിമതിക്കും ലംഘനങ്ങൾക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കുമൊക്കെയല്ലേ വഴിവെക്കുന്നത്. കാരണം ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിൽ 10 ബില്ലുകളാണ് നിയമസഭ പാസ്സാക്കിയത്, മന്ത്രിസഭാ യോഗം ചേർന്ന്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വിശദമായ വാദം കേൾക്കുകയും അല്ലെങ്കിൽ വിശദീകരണം തേടുകയും ഒക്കെ ചെയ്യേണ്ടത് ഭരണഘടനാപരമായി നടപ്പിലാക്കേണ്ട നിർവഹണമല്ലേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്തിനാണ് ഈ നിയമസഭ പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും ഗവർണർ അങ്ങ് ഒപ്പിട്ടാൽ മതി, അവർക്ക് അതിനപ്പുറം മറ്റൊരു അധികാരവുമില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യമാണല്ലോ, ഒരു ഭരണഘടനാ വാഴ്ച. അപ്പോൾ ആത്യന്തികമായിട്ട് പരമാധികാരി എന്ന് പറയുന്നത് ഭരണഘടനയായിരിക്കണം. നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പും സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ വിവിധങ്ങളായ നിയമങ്ങൾ അത് ഗവർണർമാര് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു കൊടുക്കുകയും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ രാഷ്ട്രപതി അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാം എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആ കാലത്ത് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം തൊട്ട് തന്നെ പിന്നീട് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ ഉൾപ്പെടെ അതൊക്കെ ഗവർണർമാർ വളരെ കൃത്യമായി തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇത് പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. പ്രസിഡന്റ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട്, അതിനൊക്കെ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പൊ നമ്മൾ ആ നടപടിക്രമം ഇതിനകത്ത് പാലിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. അത് മുഖ്യമന്ത്രിക്കും ബാധകമാണ്, ഗവർണർക്കും ബാധകമാണ്, ഇന്ത്യൻ പ്രസിഡന്റിനും ബാധകമാണ്, സുപ്രീം കോടതിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ് ഈ ഭരണഘടനാപരമായിട്ടുള്ള പ്രൊസീജിയർ. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ്, ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇതിനകത്ത് പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടുകയല്ല ചെയ്തത്. സുപ്രീം കോടതിക്ക് നൽകപ്പെട്ട അധികാരമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരം പ്രത്യേക അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രത്യേക അധികാരം എക്സസൈസ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണോ അതോ സിംഗിൾ ബെഞ്ചാണോ ഡിവിഷൻ ബെഞ്ചാണോ എന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്രത്യേക അധികാരം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് മാത്രമേ എക്സസൈസ് ചെയ്യാവൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അത് 2 അംഗ ബെഞ്ചിനും എക്സസൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ വിധിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത്. കാരണം ഇതിനകത്ത് പ്രൈമാ ഫേസിയ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ കൃത്യമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധതയുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീപത്മനാഭൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ പ്രസിഡന്റ് റിജക്ട് ചെയ്ത ഒന്നിലല്ല ഡീംഡ് ടു ബി പാസ്ഡ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് അതിന്റെ അകത്ത് ഒരു തീരുമാനമേ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. ഇവിടെ സുപ്രീം കോടതി ക്വാഷ് ചെയ്തത് മുഴുവൻ അല്ലെ സുപ്രീം കോടതി ഡയറക്ട് ചെയ്തത് മുഴുവൻ ഗവർണറുടെ തീരുമാനമാണ്. ഗവർണർ കാരണം കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ഗവർണർ അതിന്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധത അതൊക്കെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. കാരണം ഇവിടെ നമ്മളായിട്ട് എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്, ഗവർണർക്ക് 3 അധികാരമുണ്ട്. ഒന്നെങ്കിൽ ബില്ല് അന്നേരം ഒപ്പുവയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രസിഡന്റിന് അയക്കാം. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇതിൽ അദ്ദേഹം ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് അദ്ദേഹം പോക്കറ്റ് വീറ്റോ, നമ്മുടെ അത് അമേരിക്കൻ പ്രസിഡന്റിനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ. നമ്മുടെ ഇവിടുത്തെ ഗവർണർക്ക് പോക്കറ്റ് വീറ്റോ ഒന്നുമില്ല. ഒരു ബില്ലിൽ ഒരു തീരുമാനം എടുക്കാതെ അന്തിമമായി അനന്തമായി അത് അദ്ദേഹത്തിന്റെ പിന്നെ മേശപ്പുറത്ത് വെച്ച് തീരുമാനം എടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യവും പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് രണ്ടാമത് തമിഴ്നാട് നിയമസഭ നിയമം പാസ്സാക്കിയത്. ഇപ്പോഴും വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ഇതേ നടപടി തന്നെ, ഒരു നിസ്സംഗത, കുറ്റകരമായ നിസ്സംഗത. അതിനെ നമുക്ക് ഭരണഘടനാപരമായി എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ശരി, ശ്രീ റോണി കെ ബേബി, താങ്കൾ ഈ സൂചിപ്പിച്ച കുറ്റകരമായ നിസ്സംഗതയും കാലതാമസവും ഒരു പ്രേക്ഷകൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് പാർലമെന്റ് പാസാക്കിയ ബിൽ സെയിൽ സിംഗ് പ്രസിഡന്റ് ഒപ്പിടാതെ കാലതാമസം വരുത്തി കാലഹരണപ്പെട്ടതിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നാണ്. പിന്നെ എന്താ വേണമെങ്കിൽ അന്ന് പാർലമെന്റിന് കൃത്യമായി അന്ന് വേണമെങ്കിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്ക് അല്ലെ ഗവൺമെന്റിന് ആ ബില്ല് ഒന്നുകൂടി പാസ്സാക്കി അയക്കാമായിരുന്നു. പക്ഷെ അന്ന് പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് തീരുമാനിച്ചത് പ്രസിഡന്റുമായിട്ടൊരു ക്ലാഷിന് പോകണ്ട, ഒരു ഏറ്റുമുട്ടലിന് പോകണ്ട, അതിന്റെ അകത്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് തപാൽ ബില്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റ് പാസ്സാക്കിയ തപാൽ ബില്ല് അത് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. അതുകൊണ്ട് അത് അങ്ങ് പിന്നെ ലാപ്സായി പോയി. പക്ഷെ അതിനകത്ത് വീണ്ടും ഒരു തുടർ നടപടിയിലേക്ക് അന്ന് ഗവൺമെന്റ് പോയില്ല. കാര്യം ഇതേ ഉള്ളൂ. കാരണം ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പിന്നെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിസഭയും 2 എന്ന് പറയുന്നത് പ്രസിഡന്റും. കാരണം അതിനു മുൻപോ അല്ല അതിന് ശേഷമോ
ഒരിക്കലും ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുമില്ല. ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്ന ഒരു ഭരണഘടനാ മര്യാദയാണ് അവിടെ കാണിച്ചത്.